ഹലോ എവ്രി വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ഫെയ്ഡ് ഔട്ട് ആകുന്നതിൻ്റെ 4 പ്രധാനപ്പെട്ട റീസൺസിനെ കുറിച്ചാണ്. പലപ്പോഴും ചീറ്റിംഗ് മാത്രമല്ല ഒരു റിലേഷൻഷിപ്പിനെ വളരെ മോശകരമായിട്ട് ബാധിക്കുന്നത്. ചീറ്റിംഗ് പോലെ തന്നെ അല്ലെങ്കിൽ ചീറ്റിങ്ങിനേക്കാൾ ഹാംഫുൾ ആയിട്ട് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന 4 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, എന്തൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിനെ മോശകരമായി ബാധിക്കുന്ന 4 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നു എന്നുള്ളത്. പലപ്പോഴും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ഒരു സൗന്ദര്യപ്പിണക്കം അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരെ സൈലന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു, പിന്നീട് അതിൻ്റെ പേരിൽ അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാനോ അതല്ലെങ്കിൽ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാനോ തയ്യാറാകില്ല. അതിനുള്ള ഒരു സ്പേസും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കില്ല. ഇങ്ങനെ തീരെ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ സംസാരിക്കാതെ ഇരിക്കുന്നത് ഒരു പക്ഷേ 1-2 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ആയിരിക്കാം. ആ ഒരു പെർട്ടിക്കുലർ കാര്യം സംസാരിച്ച് തീർക്കാനുള്ള യാതൊരുവിധ മുൻകൈയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സ്പേസോ കൊടുക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം. സോ സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ പലപ്പോഴും വളരെ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വളരെ മിക്സഡ് ആയിട്ടുള്ള വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഇതുകൊണ്ടുണ്ടാവുന്നത്. അത് അവർക്ക് ഒരുപാട് ഹേർട്ട് ആയിട്ടുള്ള കാര്യമായി മാറുകയും ചെയ്യും. സോ സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതാണ് റിലേഷൻഷിപ്പിനെ മോശകരമായി ബാധിക്കുന്ന ഒന്നാമത്തെ ഹാംഫുൾ ബിഹേവിയർ. ഇനി രണ്ടാമത്തെ ഒരു ബിഹേവിയർ ആണ് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കളിയാക്കുക അല്ലെങ്കിൽ ഷെയിം ചെയ്യുക എന്നുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നേരിടുന്ന സമയത്ത് നിങ്ങളോടുള്ള ട്രസ്റ്റ് ബ്രേക്ക് ആവാൻ ഇത് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് എസ്റ്റീം ഇടിയാനുള്ള അല്ലെങ്കിൽ ഞാൻ ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഉള്ള അല്ലെങ്കിൽ എനിക്ക് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് പതിയെ ഒരു ഇൻസെക്യൂരിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. സോ നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. സോ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരെ കളിയാക്കുക, അവരത്ര പോരാ, അങ്ങനെയൊക്കെയുള്ള സംസാരം അല്ലെങ്കിൽ അവരെ ഇൻസെക്യൂർഡ് ആക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശകരമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം വേദന കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇനി മൂന്നാമത്തെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ കെയർ ചെയ്യാതെയുള്ള സംസാരം അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്മിസ് ആക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ വരുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരെ ഇമോഷണലി കെയർ ചെയ്യണം, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം, അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാകണം എന്നൊക്കെ. പക്ഷേ ഇത്തരത്തിൽ ഇമോഷണലി ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ആണ് നിങ്ങൾ കൂടുതലായിട്ടും അവരിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്നെ തീരെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിനെ ഒട്ടും വാല്യൂ ചെയ്യുന്നില്ല, എനിക്കത് പറയാനുള്ള ഒരു സാഹചര്യം പോലും കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യും എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തിലേക്ക് അവർ പോകുന്നത്. അതായത് അവർ കാര്യമായിട്ട് എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അത്ര വലിയ സംഭവമല്ല, അല്ലെങ്കിൽ ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമാണോ, ഇത്രയും വളരെയധികം വലിയ സംഭവമാണ് എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇടയിൽ കയറിക്കൊണ്ട് ഇതൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല അങ്ങനെയൊക്കെ അവരെ
ജഡ്ജ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും കൊടുക്കാതെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു ഇമോഷണലി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല ആ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായി ബാധിക്കാനും സാധ്യതയുണ്ട്. സോ ചീറ്റിങ്ങിനെ പോലെ തന്നെ, അല്ലെങ്കിൽ ചീറ്റിങ്ങിനേക്കാൾ ഹാംഫുൾ ആയിട്ട് റിലേഷൻഷിപ്പിനെ മോശകരമായി ബാധിക്കുന്ന മറ്റൊരു ബിഹേവിയർ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസിനെ ഒട്ടും കെയർ ചെയ്യാതിരിക്കുന്നു എന്നുള്ളത്. ആൻഡ് ഫൈനലി കീപ്പിംഗ് സ്കോർ. ഇങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി, അതായത് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ജയിക്കണം അല്ലെങ്കിൽ ഞാനേ ജയിക്കാൻ പാടൂ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് കാര്യത്തിലാണെങ്കിലും ജയിക്കാൻ പാടില്ല, ഞാൻ തന്നെ ആയിരിക്കണം മുന്നിൽ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് പല കാര്യങ്ങളും ഫോർഗെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പറഞ്ഞു ജയിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് കഴിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്തിടും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഇതൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കാനും അവരെ അത് വളരെയധികം വിഷമിപ്പിക്കാനും സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി പറഞ്ഞ് അവസാനിപ്പിച്ച അല്ലെങ്കിൽ ഫോർഗീവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ അതെല്ലാം വീണ്ടും വീണ്ടും എടുത്തിടുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഒരു ഫിയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലാണ് അത് മോശമായിട്ട് വരിക, അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും ഫോർഗീവ് ചെയ്യില്ലേ ഈ വ്യക്തി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സംസാരിച്ച് അവസാനിപ്പിച്ചതാണ്, അതെല്ലാം വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഇതൊന്നും മറന്നിട്ടില്ലേ അല്ലെങ്കിൽ ഇതൊന്നും ഫോർഗീവ് ചെയ്യില്ലേ, അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഇത് വഴിയൊരുക്കും എന്നുള്ളതാണ്. സോ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് സംസാരിക്കുക. അതേപോലെ തന്നെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിഷമിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരെ കളിയാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്ത് ഇമോഷൻസ് ആണ് വരുന്നത് എന്നൊക്കെ നോക്കാതെ ആ ഒരു എന്ത് കാര്യമാണോ സംസാരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ വിജയിക്കുക, എനിക്ക് സ്കോർ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ കൂടുതലായിട്ടും പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും. സോ ഈ 4 കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ ഫെയ്ഡ് ഔട്ട് ആക്കുന്ന അല്ലെങ്കിൽ വളരെ മോശകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്ന 4 ബിഹേവിയേഴ്സ് ആണ്. ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ആ റിലേഷൻഷിപ്പ് അത്ര നാൾ മുന്നോട്ട് പോവാറില്ല എന്നുള്ളതാണ്. എനിവേസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.